सुरेश गोपी सेरेमनी खत्म होने के बाद मैं आपसे बोलूंगा, आपके द्वारा बोलूंगा। मैसेज देना चाहिए आप? अब कुछ नहीं है मेरे पास। आप कितना खुश हैं सर? आप खुश हैं? आप कुछ समय दीजिए। नहीं, कुछ नहीं मालूम, कुछ नहीं मालूम। पीएम मोदी तीसरी बार प्रधानमंत्री बनने जा रहे हैं, इस पे क्या कुछ कहना है आपको? बढ़िया എന്തായാലും ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ വാർത്താ ഏജൻസിയാണ് സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിച്ചത്. നമ്മൾ മലയാള മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ ഇതേ ചോദ്യം ചോദിച്ചതാണ്. അദ്ദേഹം ഒന്നും അറിയില്ല എന്ന് ആവർത്തിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളോട്. തനിക്കൊന്നും അറിയില്ല, കുറച്ച് സമയം കൂടി നൽകൂ, അതിനുശേഷം പറയാം. അതായത് ഈ സത്യപ്രതിജ്ഞ നടക്കട്ടെ, ആ സമയത്തിന് ശേഷം പറയാം എന്നുള്ളതാണ്. മിഥുൻ അത് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത്. 2014-ലും 2019-ലുമൊക്കെ ഈ മന്ത്രിസഭയിൽ ആരൊക്കെയാകുമെന്നത് സംബന്ധിച്ചൊരു ചിത്രം നമുക്കൊരു ഏകദേശ ധാരണകൾ തന്നെയാണ് പങ്കുവയ്ക്കാൻ സാധിച്ചിരുന്നത്. പലപ്പോഴും പ്രതീക്ഷിക്കപ്പെട്ട പേരുകൾ ഒഴിവാക്കപ്പെട്ടിരുന്നു, അപ്രതീക്ഷിതമായ പേരുകൾ ഇടം പിടിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഒരു പട്ടിക പരിശോധിച്ചാൽ അതിൽ ഉത്തർപ്രദേശിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ഒഡീഷയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ജമ്മു കാശ്മീരിൽ നിന്ന് അടക്കം മന്ത്രിമാർ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഘടകകക്ഷികളായി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള TDP ആണുള്ളത്. നിതീഷ് കുമാറാണ് മറ്റൊരു ഘടകകക്ഷി. അവിടെ കൃത്യമായി മന്ത്രിമാരെ നൽകാൻ സാധിക്കുന്നു. ഹരിയാനയിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ജാർഖണ്ഡിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സാധാരണ നിലയിൽ BJP അവരുടെ മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കാറുള്ളത്. അങ്ങനെയൊരു പട്ടിക തന്നെ ആയിരിക്കും മൂന്നാം മോദി മന്ത്രിസഭയിലും എന്നല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മനോഹർലാൽ ഖട്ടറിനെ ഇത്തവണ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മുൻ മുഖ്യമന്ത്രി കൂടിയാണ് ഹരിയാനയിലേത്. ഹരിയാനയിലെ പ്രതിസന്ധി നമുക്കറിയാം. കഴിഞ്ഞ കുറച്ചു നാളായി അവിടുത്തെ സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ട്. JJP-യുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് ഹരിയാനയിൽ പ്രതിസന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നല്ലോ മിഥുൻ. തീർച്ചയായും അത് തന്നെയാണ് വലിയ തിരിച്ചടി. ഹരിയാനയെ സംബന്ധിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടി ഉണ്ടായ ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് ഹരിയാന. അവിടെ മുൻ തവണത്തെ അപേക്ഷിച്ച് ഒരു ക്ലീൻ സ്വീപ്പ് നേടുമെന്ന് നമ്മൾ കരുതിയിരുന്നുവെങ്കിൽ പോലും തന്നെ കോൺഗ്രസ് അവിടെ കൃത്യമായ മുന്നേറ്റം നടത്താൻ സാധിച്ചു. ഒപ്പം തന്നെ ആം ആദ്മിക്കും വലിയ കാര്യമായ മുന്നേറ്റം നടത്താൻ ഹരിയാനയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ തിരിച്ചടി BJP നേതൃത്വത്തിന് അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മനോഹർലാൽ ഖട്ടറിനെ കൂടി ഇത്തവണ പരിഗണിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ്, നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിന് ശേഷം അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ പേരുകളിൽ ഒന്ന് ഇതായിരുന്നു. മനോഹർലാൽ ഖട്ടറിനെയും ശിവരാജ് സിംഗ് ചൗഹാനെയും ഒക്കെ മൂലക്കിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം BJP-യുടെ ഭാഗത്തു നിന്നുണ്ട്. അടുത്തത് യോഗി ആദിത്യനാഥ് ആണ് എന്നുള്ള ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തു. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഈ രണ്ട് നേതാക്കൾക്ക് കൂടി മന്ത്രിസഭയിലേക്ക് പ്രധാനപ്പെട്ട പദവി നൽകി പരിഗണിക്കുക എന്നുള്ള കൃത്യമായ പ്രാതിനിധ്യം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് BJP ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് പുതുമുഖങ്ങൾ കൂടി ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാനാകുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 29 ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരും 23 സഹമന്ത്രിമാരും 9 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുമായിരുന്നു കഴിഞ്ഞ തവണ നരേന്ദ്രമോദിക്കൊപ്പം ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയും ചെയ്തു. പക്ഷേ ഇത്തവണ 48ഓളം പേർ അധികാരത്തിലേറുമെന്നാണ് മന്ത്രിസഭയിൽ ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 36ഓളം പേർ BJP-യിൽ നിന്നാണ്. മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് ഉള്ളതിൽ JDS-ന് കൃത്യമായ പ്രാതിനിധ്യം, അതായത് HD കുമാരസ്വാമി പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃഷി മന്ത്രാലയം വേണമെന്നുള്ളത് തന്നെയാണ്. ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കുകയും ചെയ്തു. അത് ഒരുപക്ഷെ പരിഗണിക്കാൻ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ 5 സീറ്റിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന പദവി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോർമുലയാണ് കേന്ദ്ര നേതൃത്വം സഖ്യകക്ഷികൾക്കിടയിൽ വീതം വെക്കുന്നതിന് വേണ്ടി BJP സ്വീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ 5-ൽ താഴെ സീറ്റുകൾ കിട്ടിയ സഖ്യകക്ഷികൾക്ക് സഹമന്ത്രി പദവി നൽകാനും ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ JDS-ന് 2 സീറ്റ് ലഭിച്ചുള്ളൂ എങ്കിൽ പോലും തന്നെ മുൻ മുഖ്യമന്ത്രി എന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കുമാരസ്വാമിക്ക് കേന്ദ്ര മന്ത്രി പദവി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. TDP-ക്ക് 2 ഈ ആദ്യഘട്ടത്തിൽ 2 മന്ത്രി സ്ഥാനങ്ങൾ, അതായത് 1 ക്യാബിനറ്റ് പദവി, 1 സഹമന്ത്രിയും, ഒപ്പം തന്നെ